കേന്ദ്ര മന്ത്രിസഭയുടെ സംരക്ഷണം മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടാൻ വേണ്ടി. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. അപ്പൊ കമ്മ്യൂണിസവും അവർ വിട്ടു, മതേതരത്വവും വിട്ടു. അധികാരം കുടുംബം, മകള്, മരുമകൻ, അതിലേക്ക് ആ പാർട്ടിയും ഭരണം ഒതുങ്ങിയപ്പോ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ട് ഞങ്ങളെയൊക്കെ ചതിക്കുഴിയിലേക്ക് ഇടുകയാണ്. എല്ലാ മേഖലയിലും കേരളം തകർന്നു കിടക്കുകയാണ്. സോഷ്യലിസം എന്ന് പറയുന്ന ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായം എത്തിക്കുക, ഉള്ളവനിൽ നിന്ന് വാങ്ങി ഇല്ലാത്തവന് കൊടുക്കുന്നതാണ് സോഷ്യലിസം. പിരിവിനിറങ്ങിയിരിക്കുക. എന്റെ ഭഗവാനെ ചതിച്ചോ? 1000 10,000 ഒക്കെ ചോദിക്കുന്നത്. കൊടുക്കാഞ്ഞാലോ തെറിവിളിയും ജീവൻ വേണി ഓടിക്കും. ഞാൻ മറ്റുള്ളവരോടൊക്കെ പറയട്ടെ. അവരെവിടെ എത്തി? സെയിൽ ടാക്സ് അതുകൊണ്ട് കട റെഡിയാക്കും. 500 രൂപയിൽ കൂടുതൽ എങ്ങനെയാ? ആ സോഷ്യലിസത്തിന്റെ ഒപ്പം നിന്നത് ഞങ്ങള്. ഇന്ന് ആ പാർട്ടിയിൽ ആ സോഷ്യലിസം ഉണ്ടോ? നമ്മൾ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ചത്? അവരുടെ സെക്യുലർ സ്വഭാവം ഒന്ന്, 2 അവരുടെ മതനിരപേക്ഷത, അത് രണ്ടും കൈവിട്ടില്ലേ? മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും. കേന്ദ്ര മന്ത്രിസഭയുടെ സംരക്ഷണം മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടാൻ വേണ്ടി. എല്ലാവരിലും നിരാശ. എങ്ങനെയെങ്കിലും ഇവിടെ ഒഴിഞ്ഞു പോയാൽ മതി എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന അവസ്ഥ. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്.